പ്രാവശ്യം തരാന്ന് ശോശാമ്മ ഇടുക്കിലോട്ട് മതി, വലിയ കഷ്ടമായി പോയി. അവിടെ ഭർത്താവാണെങ്കിൽ ഇവിടെ 2 പിള്ളേരും ഈ ഓഫീസർ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ശരിയാകും. എന്ത് സർക്കാർ സുശീലേ? അമ്മ ഇവിടെ ഇല്ല. ഞങ്ങൾ വരുമ്പോ വാതിൽ തുറന്നു കിടക്കായിരുന്നു. അപ്പുറത്തെ സരസമ്മയുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കാവും. നിങ്ങൾ പോയി വിളിച്ചോണ്ടോ? കണ്ടില്ലേ? അവിടെ ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങള് വർമ്മ സാറിന്റെ വീട്ടിൽ നോക്കി. പിന്നെ എവിടെയാ പോയത്? നിങ്ങളകത്ത് പോ. എന്താ സാർ ഇങ്ങനെ നിൽക്കുന്നേ? ഓ വെറുതെ. പോട്ടെ. മോളൊരു ഷർട്ടിങ് എടുക്കും. നിങ്ങൾ രണ്ടാളും കഥ കടച്ചിരുന്ന് പഠിച്ചോളി.
ബാലനില്ലേ? എത്തിയില്ല. വല്ല ബുക്ക് സ്റ്റാളിലും കയറി ഇറങ്ങി നടക്കുകയായിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും? സാർ ഇരിക്കൂ. ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ വരും. സാർ കയറി ഇരിക്കൂ. ഇരിക്കുന്നില്ല. ബാലൻ വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. സാറ് കാണാത്തോണ്ട് മടങ്ങിപ്പോവാണ്. ഞാനിത്തിരി വൈകി. ബാല, എന്താ? എന്തു പറ്റി? സുശീല വീട്ടിലില്ല. പിന്നെ എവിടെ പോയി? എന്തോ അയലോക്കത്ത് എവിടെയെങ്കിലും കാണും. സാറ് തിരക്കിയോ? ഉവ്വ്, അവിടെ ഒന്നും ചെന്നിട്ടില്ല. സിനിമയ്ക്കോ മറ്റോ? ഏയ്. പിന്നെ ഞാനും വരാം. വേണിയോടൊന്ന് പറയട്ടെ. ബാല, ഇത് പറയണ്ട. ആ, ഞാനിപ്പോ വരാം. സാറിന്റെ ഒന്ന് പോണം. എന്താ കാര്യം? ഒന്നുമില്ല. കണ്ടോ അച്ഛാ? ഇല്ല. ഈ അമ്മ എവിടെ പോയതാ? അമ്മ വരൂ. നീ നിങ്ങൾ പോയി പഠിക്ക. ചെല്ലേ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. അവൾ എവിടെ പോകാനാ? സാർ, സാർ, എന്താ? കൈമൾ സാറിന്റെ വീടല്ലേ? അതെ. എന്താ? കൈമൾ സാറാണോ? അല്ല. എനിക്ക് കൈമൾ സാറിനെ ഒന്ന് കാണണം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? സുശീല ചേച്ചി പറഞ്ഞത് കൈമൾ സാറിന്റെ ഭാര്യ. നീ എവിടെ അവരെ കണ്ടേ? പൂക്കാരൻ തെരി പറയോ സാറിന്? ആ, അവിടെ. ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് വന്നത്, ഒരു ടാക്സിയിൽ, ഗിരിച്ചേട്ടന്റെ കൂടെ. ഗിരിച്ചേട്ടനോ? സാറിന് അറിഞ്ഞൂടെ? ജവഹർ നഗറിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള വർക്ക്ഷോപ്പ് നടത്തുന്ന ആള്. കണ്ടു കാണും. സുശീല ചേച്ചി ഗിരിച്ചേട്ടനോട് പോന്നിരിക്കുക. ഞാൻ പോട്ടെ. നീ കള്ളം പറഞ്ഞല്ലടാ. ഞാനെന്തിനാ കള്ളം പറയുന്നത്? നിങ്ങളാരും എനിക്ക് അറിയ പോലുമില്ല. ആ സ്ത്രീയെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഗിരിച്ചേട്ടൻ എന്നെ വിശ്വാസമാണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഭർത്താവ് വിഷമിക്കും, പോയെന്ന് അറിയിച്ചായിരുന്നു. അഡ്രസ്സും തന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവരെവിടെ താമസിക്കുന്നത്? എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം.
നീ ഇവിടെ നിൽക്ക്. ഓ ഞാനിപ്പോ വരാം. ഇതാരാ? അവിടെ നിന്ന് വന്നതാ സുശീല ചേച്ചിയെ കാണാൻ. സുശീലയുടെ ആരാ? ബന്ധമൊന്നുമില്ല, പിന്നെ അടുത്തറിയാം. വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നതാണോ? ഒന്ന് കണ്ടാ മതി. ഞാൻ പറയുന്നത് കഴിയുമെങ്കിൽ കൊണ്ടുപോകുന്നാണ്. ഒന്നും ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. പറ്റുമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി അവളെയും കൂട്ടിക്കൊണ്ടുപോകും. അതാ നല്ലത്. ഗിരി ഇപ്പൊ അവിടെ ഇല്ല. ഏതാണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുക. ചെല്ലടാ, കൊണ്ടുവന്ന് കാണിക്കേ. വാ. നടന്നു. നീ പോയോ? ഉവ്വ്. കണ്ടോ? എല്ലാം വിട്ടെറിഞ്ഞ് വരാൻ മാത്രം എന്തുണ്ടായി? ഒരു വീട് കൊണ്ട് തകർന്നു പോകില്ലേ? ബാലിന് പോകാം. ഒന്നും ആലോചിച്ച് കാണില്ല. പെട്ടെന്നൊരു തോന്നലിന് ഇറങ്ങി പുറപ്പെട്ടതാവും. സാരമില്ല, ഇതൊരു സ്വപ്നം പോലെ കരുതിയാ മതി. എന്നോട് വരൂ. രജനി ഉണ്ണി അമ്മ തിരിച്ചെത്തുന്നും കാത്തു നിൽക്കാൻ അവിടെ. നേരം കുറെ ആയി. വരില്ലേ? ബാലൻ പോകൂ. നിർത്ത ഗിരി സാറാണല്ലേ? എന്താടാ നന്നായിട്ട് മിനിയിട്ടുണ്ടല്ലോ. ഞാൻ അറിഞ്ഞു കേട്ടോ. എന്തോന്നാ? തീരുമാനത്തിനൊരു മാറ്റമില്ലേ? ഇപ്പോഴും വൈകിട്ടില്ല. അത് ബാലന് തോന്നുന്നതാ. ഇപ്പൊ തന്നെ വൈകി. ബാലൻ പൊയ്ക്കോളൂ. എനിക്കിനി ഒന്നും പറയാനില്ല. ഇത് വെറും ഭ്രാന്താണ്. പൊയ്ക്കോളൂ. സാർ പോകാം, വാ. എന്താ രാജുവിന്റെ അമ്മേ, കട അടയ്ക്കാറായില്ലേ? എന്താ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയാണോ? ഓർത്തില്ല. ആ പിന്നെ ഊണ് കിട്ടിയില്ല. ചപ്പാത്തിയും ചിക്കനും വാങ്ങി. ഊണിവിടെ ഉണ്ടാക്കാമായിരുന്നു. ഓ, ഇന്ന് ഏതായാലും വേണ്ട. രാത്രിയില് ഞാൻ ചോറ് കഴിക്കാറുമില്ല. വല്ല ചിക്കൻ കട്ടിലോ തട്ടുകടയിലോ പോവും. ഹാഫ് ചിക്കനും ചപ്പാത്തി, അല്ലെങ്കിൽ 5-8 ദോശയും 2-3 രസവടയും. ആ, ഇതിനകത്ത് 1-2 ഗൗണും സാരിയൊക്കെ ഉണ്ട്. വേണേൽ വസ്ത്രം മാറാം. മാറിക്കോളാം. ഇത് ഫോറിനാ. എങ്ങനെയുണ്ട്? എനിക്കൊന്ന് കിടക്കണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. നീ ഇരിക്കും. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇങ്ങോട്ട് ഇരിക്കുന്നു.
നല്ല വിശപ്പ്. എന്റെ കൂടെ കഴിച്ചോ, ഇല്ലെങ്കിൽ ഞാനിതങ്ങ് തിന്നു തീർക്കും. ബാക്കിയൊന്നും കാണുകയില്ല. പട്ടിണി കിടക്കുമായിരിക്കും, സൽഗുണസമ്പന്നയായ ലക്ഷണമൊത്ത ഭാര്യ പോലെ. എന്താ ഇത്ര വൈകിയത്? കൈമൾ സാറിന്റെ ഭാര്യ പോയി. എങ്ങോട്ട്? വേറെ താമസിക്കാൻ. അയാളുടെ വണ്ടി നന്നാക്കുന്ന മെക്കാനിക്കിന്റെ കൂടെ. നേരാണീ പറയുന്നത്? നേരാ. നേരം എടുത്ത എല്ലാവരും ഇതറിയും. സാർ എങ്ങനെ ഇനി മറ്റുള്ളവരെ മുഖത്ത് നോക്കും? ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ആരും അറിയാതെ ഇതങ്ങ് ഒതുക്കി തീർക്കാമായിരുന്നു. വരാൻ വേണ്ടിയല്ലല്ലോ പോയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അതുകൊണ്ടെന്താ? അവരെ ഇന്ന് രണ്ടിനെ അറസ്റ്റ് ചെയ്യും. കോടതി ഹാജരാക്കും. ആരുടെ കൂടെ പോകാനാ ഇഷ്ടമെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോ സുശീൽ ചേച്ചി പറയും മറ്റേ ആളുടെ കൂടെ പോകാനാന്ന്. തീർന്നില്ലേ? അയാൾക്ക് എന്ത് പ്രായം വരും? അവരെക്കാളും കുറവായിരിക്കും. കാണാനെങ്ങനെ? ആ, അവര് തമ്മില് കൂടെ കൂടെ കാണാറുണ്ടായിരുന്നിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത്.